അങ്ങനെ ദുബായിലും വിൻ്റർ തുടങ്ങി, ഓൾറെഡി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ, അതായത് ഡിസംബർ 18 രാവിലെ തുടങ്ങി ഒരു മഴയുടെ ലക്ഷണമുണ്ട്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് വീണ്ടും താഴേക്ക് പോവും. താഴേക്കെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ താഴേക്ക് പോവും. ഭയങ്കര ഒരു പ്രത്യേക സുഖമാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കഴിഞ്ഞ വർഷമൊക്കെ മഴ അതേപോലെ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം മഴ തുടങ്ങും എന്ന് തോന്നിച്ചത് ഡിസംബർ 18 2024 ആദ്യത്തെ മഴ. പക്ഷെ പെയ്തില്ല കേട്ടോ. പക്ഷേ രസകരമായിരുന്നു. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ നല്ലൊരു വൈബ്, ഭയങ്കര രസകരമാണ്. ഈ റോഡെന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രസിദ്ധമായ നമ്മുടെ ഷെയ്ഖ് സായദ് റോഡാണ്. ഷെയ്ഖ് സായദ് റോഡിൽ ഞാൻ കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആണ്. ഹൈ കാര്യം അത്രത്തോളം കാര്യങ്ങൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഓക്കെ, ഈ സിനിമ ഇത് നിങ്ങളിപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യ സിനിമ കണ്ട ഈ കാണുന്ന ഈ ഒരു ടണലാണ് അവിടെ ഉപയോഗിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ടണലിങ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ ആ പടത്തിൽ അത് തന്നെ കാണിക്കുന്നുണ്ട്. അറിയാമല്ലോ, ഇവിടെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ദുബായ് ഗാർഡൻ ഗ്ലോ വരുന്നത്. വേൾഡ് ട്രേഡ്സ് ഉണ്ട്, ഇതൊരു മ്യൂസിയമാണ്. ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം വരുന്നത് അവിടെയാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ അവിടെയാണ് വരുന്നത്. ഫിനാൻഷ്യൽ സെൻറ്റർ അവിടെയാണ് വരുന്നത്. ബുർജ് ഖലീഫ 832 മീറ്ററോളം ഹൈറ്റുള്ള ബുർജ് ഖലീഫ അവിടെയാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാള്, ഷോപ്പിംഗ് മോളിലൊന്നായ ദുബായ് മോൾ അവിടെയാണ് വരുന്നത്. പിന്നെ അത് നേരെ അങ്ങോട്ട് പോകുമ്പോൾ എമിറേറ്റ്സ് മോൾ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ സഫ പാർക്ക്, അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ റൈറ്റ് സൈഡിൽ സഫ പാർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നിരവധി കാര്യങ്ങൾ വരുന്ന ഒരു റോഡ് സൈഡ് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ കൂടി മെട്രോ പോകുന്നുണ്ട്. മെട്രോയുടെ ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്സ്, അത് ഭയങ്കര ഒരു വൈബാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു റിഫ്രഷാണ്. എനിക്ക് എപ്പോഴും ഇവിടെ തോന്നിയിട്ടുള്ളത് ഭയങ്കര റിഫ്രഷാണ്. ഇത് കാണുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതീക്ഷകളാണ് എപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, നല്ല ഇങ്ങനെ രസകരമാണിത് ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോകാനായിട്ട്. പിന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽസ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് അവർ എല്ലാത്തിനും ആക്സസ് കിട്ടുന്ന മേഖലയും കൂടിയാണ്. അവർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ജിമ്മായാലും അല്ലെങ്കിൽ അവർക്ക് ജോഗിങ്ങിനുള്ള സ്പേസ് ആയാലും അല്ലെങ്കിൽ ഒത്തിരി ഗെയിംസ് ഈ സൈഡുകളിൽ വരുന്നുണ്ട്. ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ പാഡിൽ അല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, അങ്ങനെയുള്ള ഏത് ഗെയിമിനും അവിടെ ആക്സസ് ആണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്കൈലൈൻ വ്യൂ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈലൈൻ വ്യൂ, അത് ഇവിടത്തേക്ക് സ്വന്തമാണ്. ചെറിയ രീതിയിൽ മഴ ചാരി തുടങ്ങിയത് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഈ കാണുന്നൊരു ബ്രിഡ്ജ്, അത് ബുർജ് ഖലീഫ ദുബായ് മോളിൽ നിന്ന് ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് നമ്മുടെ ജുമൈറ ബീച്ച് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഒത്തിരി ഒരു ഓവർ ബ്രിഡ്ജ്, ഡൗൺ ബ്രിഡ്ജൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ഒത്തിരി ആ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ അവിടെ നല്ല തിരക്കാണ് വൈകുന്നേരങ്ങളിൽ. അതിങ്ങനെ കുറേ കിടക്കുവാണ്. അവിടെ തന്നെ മെട്രോ സ്റ്റേഷൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ബിസിനസ് ബേയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ബിൽഡിങ്സ് പുതിയത് വരുന്നുണ്ട്. ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഏരിയ ഞാൻ വരുന്ന സമയത്തൊക്കെ എം ടി ആയിട്ട് കിടന്ന വെച്ചാണ് കൊറോണ സമയത്ത്. ഇപ്പോൾ അതെല്ലാം ഫില്ലായി, അവിടെ വില്ലകൾ വരാൻ തുടങ്ങി, ഒത്തിരി കാര്യങ്ങൾ വരാൻ തുടങ്ങി. എൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ജുമൈറ ബീച്ച് വരുന്നത്. അവിടെയാണ് നമ്മുടെ നടന്മാർക്ക് പൃഥ്വിരാജിനൊക്കെ അവിടെ ഒരു വില്ല എടുത്തതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നു, ഭയങ്കര ഒരു വൈബായിട്ട്. ഈ റോഡുകൾ കണക്ട് ചെയ്യുന്നത്, ഇത് ഷാർജയ്ക്ക് കണക്ട് ചെയ്യാം, ഇത് അബുദാബിക്ക് പോകാം, അങ്ങനെ പല എമിറേറ്റ്സിലും ഈ റോഡ് കണക്ട് ചെയ്യാം. അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ ഷെയ്ഖ് സായദ് റോഡ്. ഓവറോൾ ഷെയ്ഖ് സായദ് റോഡ് എനിക്ക് എപ്പോഴും ഒരു റിഫ്രഷ് തരുന്ന ഒരു സ്ഥലം കൂടിയാണ്.